എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പരലോകത്ത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത്, ദുനിയാവിൽ പരിഹസിച്ച ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും, ദുനിയാവിൽ പരിഹസിക്കപ്പെട്ട ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന സ്വർഗീയമായ അനുഗ്രഹീതമായ സ്ഥാനം എന്തായിരിക്കും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പിന്നീട് പറയുകയാണ്. ഫല്യൗമല്ലദീന ആമനു മിനൽ കുഫാരി യദ്ഹഖൂൻ. എന്നാൽ അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിച്ച മുഅ്മിനീങ്ങളായ ആളുകൾ നിഷേധികളെ, കുഫാറുകളെ നോക്കി കളിയാക്കി ചിരിക്കുന്നതായിരിക്കും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുകയാണ്. പരലോകത്ത് വെച്ച് ഇനി ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ പരിഹസിക്കപ്പെട്ട് ഇവിടെ നമ്മളെ കളിയാക്കിയിട്ട് ഒരുപാട് ആളുകളുണ്ടാവും. മുസ്ലിമീങ്ങളെ തക്കം ഭാഗത്ത് നിന്ന് എങ്ങനെയൊക്കെ അവരെ കളിയാക്കാൻ പറ്റും, എങ്ങനെയൊക്കെ അവരെ ഉപദ്രവിക്കാൻ പറ്റും, പരിഹസിക്കാൻ പറ്റും, ഇങ്ങനെയൊക്കെ ജീവിച്ച ഒരുപാട് ആളുകളുണ്ടാകും. ഈ ആളുകൾ നാളെ പരലോകത്ത് ഇങ്ങനെ നിന്ദ്യരായിക്കൊണ്ട് സഹോദരങ്ങളെ അവർ അവിടെ കഴിയേണ്ടി വരും എന്നുള്ള കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുകയാണ്. അല്ലാഹു തആല ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ദുനിയാവിൽ ഒരാൾ പറയാണ്, ഖാല ഖായിലും മിൻഹും ഇന്നി കാന ലീ ഖരീൻ. സ്വർഗ്ഗത്തിലെത്തിയ രണ്ട് ആളുകൾ പരസ്പരം പറയും. സ്വർഗ്ഗത്തിലെത്തിയ ആളുകൾ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നിട്ട് പറയും, ഖാല ഖായിലും മിൻഹും ഇന്നി കാന ലീ ഖരീൻ. എനിക്ക് ദുനിയാവിൽ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. യഖൂലു അഇന്നക ലമിനൽ മുസദ്ദിഖീൻ. അവൻ എന്നോട് പറയുമായിരുന്നു, നീ ഇതൊക്കെ വിശ്വസിക്കുന്നവരാണോ, അല്ലെ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നവർ, നീ ഇതൊക്കെ വിശ്വസിക്കുകയാണോ? അവൻ എന്നോട് ദുനിയാവിൽ പറഞ്ഞിരുന്നു. എന്നിട്ട് അവൻ പറയും, നിങ്ങൾ ഇങ്ങനെ വിശ്വസിക്കുകയാണ്, നിങ്ങൾ ജീവിച്ച് മരണപ്പെട്ട് മണ്ണായതിനു ശേഷം നിങ്ങളുടെ എല്ലുകളൊക്കെ നുരുമ്പിപ്പോയതിനു ശേഷം ലമദീനൂൻ, നിങ്ങൾക്ക് ഇതിനൊക്കെ ഇനി ജീവിപ്പിച്ച് ഇതിനൊക്കെ പ്രതിഫലം കിട്ടും, അങ്ങനെ വ്യാമോഹിച്ചിട്ട് അങ്ങനെയാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഈ ദുനിയാവിലൊന്നും ആസ്വദിക്കാതെ നിങ്ങൾ ഹറാമെന്നൊക്കെ പറഞ്ഞ് കുറെ മാറി നിന്നിട്ട് അങ്ങനെ മണ്ണായി കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ കിട്ടുമെന്ന് വല്ല വിചാരം നിങ്ങൾക്കുണ്ടോ? എന്താണ് നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ദുനിയാവിൽ പറഞ്ഞൊരുത്തനാണ്. അല്ലാഹു തആല പറയാണ്, ഖാല ഹൽ അൻതും മുത്തലിഊൻ, ഖാല ഹൽ അൻതും മുത്തലിഊൻ. ഈ പറയുന്ന ആളുകളെ നിങ്ങൾക്ക് കാണേണ്ടതുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. സ്വർഗ്ഗത്തിൽ സ്വർഗീയവാസികൾക്ക് സ്വർഗ്ഗത്തിലൂടെ നരകത്തിലുള്ള ആളുകളെ കാണാനൊരു വാതിലുണ്ട് എന്ന്. ആ നരകത്തിലുള്ള ആളുകൾ അവന് കാണാൻ സാധിക്കും. ദുനിയാവിൽ അവനെ പരിഹസിച്ച, അവനെ കളിയാക്കിയ ആളുകളെ തന്നെ അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കുന്നതാണ്. അതൊരു സുഖമാണ്. ദുനിയാവിൽ അവനെ കളിയാക്കിയ, ദുനിയാവിൽ അവനെ പരിഹസിച്ച, ദുനിയാവിൽ അവനെ പ്രയാസപ്പെടുത്തിയ കുറെ ആളുകളുണ്ടല്ലോ, അവർക്ക് അല്ലാഹു തആല തക്കതായ ശിക്ഷ നൽകുന്നത് കാണുമ്പോഴുള്ളൊരു സുഖമുണ്ട്. ആ സുഖം അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് നൽകും. അങ്ങനെ അവർ ദുനിയാവിൽ ഈ പറയുന്ന ആളുകളെ കാണും സ്വർഗ്ഗത്തിൽ. അല്ലാഹു തആല സൂറത്തു സാഫാത്തിൽ പറയുന്നത് നമ്മൾ വായിച്ചു നോക്കണം. ഫത്തലഅ ഫറആഹു ഫീ സവാഇൽ ജഹീം. ദുനിയാവിൽ ഇങ്ങനെ പരലോകമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാത്തിനും വലിച്ചു പാറി നിസ്കരിക്കുന്നുള്ള നിസ്കാരമൊക്കെ നിർത്തിപ്പോയ കുറേ ഉണ്ടല്ലോ. ഉള്ള നിസ്കാരം നിർത്തിപ്പോയ, ഉള്ള ഹിജാബൊക്കെ അയച്ചു മാറ്റിയ, ദീനെ പരിഹസിച്ച, ദീനെ കളിയാക്കിയ കുറേ ഉണ്ടല്ലോ. ഫത്തലഅ ഫറആഹു ഫീ സവാഇൽ ജഹീം. അതാ നരകത്തിൽ, അതാ വെന്തെരിയുന്ന, അവിടെ അങ്ങനെ കത്തി എരിയുന്നുണ്ട്, അവനെ നിനക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ മുഅ്മിൻ പറയും, തല്ലാഹി ഇൻ കിത്ത ലതുർദീൻ വലൗലാ നിഅമതു റബ്ബി ലകുൻതു മിനൽ മുഹ്ളരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്താണ്. ഇവൻ്റെയൊക്കെ വർത്താനം കേട്ടിട്ട് ഞാനെങ്ങനെ എൻ്റെ ദീനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, നിസ്കാരമൊക്കെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിതാ ഈ അവസ്ഥയിലെത്തുമായിരുന്നു എന്നൊരു മുഅ്മിൻ അവിടെ തിരിച്ചറിയുമെന്നുള്ള കാര്യം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരികയാണ്.